നിഖിലെ ഒന്നും പറയാനില്ല നിഖിലെ, അത്രയ്ക്കും മനോഹരമാണ്. ഭയങ്കര രസം. നമുക്ക് കാണുമ്പോൾ തന്നെ അങ്ങോട്ടൊക്കെ ഒന്ന് പോകാൻ തോന്നുന്ന ഒരു സ്ഥലം. അവിടെ ചെന്നപ്പോൾ എന്തായിരുന്നു നിഖിലിന്റെ ഒരു എക്സ്പീരിയൻസ്? എനിക്കൊന്നും നിഖിൽ ഇതിനു മുൻപും പലവട്ടം പോയി കാണുമായിരിക്കും അല്ലേ മാടായിപ്പാറയില്? തീർച്ചയായും ചെയ്തു. ഈ കണ്ണൂരുള്ള ആളുകളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ടുകളിൽ ഒന്നാണ് നമ്മൾ ആ സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ ഈ മഴ, കട്ടൻ ചായ, ജോൺസൺ മാഷ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് കണ്ണൂരുകാർക്ക് മഴ, മാടായിപ്പാറ എന്നൊക്കെ പറയുന്നത്. മഴ, മാടായിപ്പാറ, കാക്കപ്പൂവ് അതൊരു കോമ്പിനേഷനാണ്. പ്രത്യേകിച്ച് ഈ ഒരു സീസൺ ആകുമ്പോൾ മാടായിപ്പാറ നൽകുന്ന ആ ഒരു കാഴ്ച ഭംഗി എന്ന് പറയുന്നത് വളരെ ഗംഭീരമാണ്. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സൗന്ദര്യമുള്ള ഒരു പ്രദേശമാണ്. മഴക്കാലത്ത് വല്ലാത്തൊരു ഭംഗി വരുന്ന സ്ഥലമാണ്. കാരണം പരന്ന് കിടക്കുന്ന ഒരു പാറപ്പരപ്പാണ്. അതിന് നടുവിലൂടെ ഒരു ടാർ റോഡ് പോകുന്നുണ്ട്. അതിലൂടെ ഈ മഴ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ അതിലൂടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ രണ്ട് വശത്തേക്കും വെള്ളം ഇങ്ങനെ പൊങ്ങി വരും. അങ്ങനെയൊക്കെയുള്ളൊരു ഭൂപ്രകൃതിയാണ്, ഒരു പരിസ്ഥിതിയാണത്. അതിനപ്പുറത്തേക്ക് ഈ മാടായി പാറയിൽ നിറയെ പൂത്തു നിൽക്കുന്ന ഈ കാക്കപ്പൂക്കൾ നൽകുന്ന സൗന്ദര്യം അതൊന്ന് വേറെ തന്നെയാണ്. ഈ മാടായിപ്പാറയെക്കുറിച്ച് പൊതുവെ നമ്മൾ ഈ ഒരുപാട് കാലങ്ങളായി ഞാൻ ഈ മാടായിപ്പാറയെക്കുറിച്ച് ഒരു 10ലേറെ സ്റ്റോറികൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഈ 10ലേറെ സ്റ്റോറികൾ ചെയ്തപ്പോഴും നമ്മൾ എല്ലായ്പ്പോഴും മാടായിപ്പാറയെക്കുറിച്ച് പറയുന്ന കാര്യം മാടായിപ്പാറയ്ക്ക് ഓരോ കാലത്തും ഓരോ നിറമാണ് എന്നുള്ളതാണ്. ഈ മഴക്കാലത്ത് ആദ്യം ഈ സീസൺ തുടങ്ങുന്ന സമയത്ത് മുഴുവൻ ഒരു പച്ച പരവതാനി വിരിച്ചതുപോലുള്ള ഒരു സ്ഥലമാണ്. കാരണം അത് ഈ പുല്ലൊക്കെ വളർന്നു വരുന്ന, അത് മുളച്ചു വരുന്ന സമയമായിരിക്കും. അപ്പോൾ ഫുള്ളൊരു പച്ച നിറമായിരിക്കും. അതിനുശേഷമാണ് ഈ കാക്കപ്പൂക്കൾ വിരിയുന്നതോടുകൂടി അതിൻ്റെ നിറം ആകെ നീലയായി മാറും. ഇനി വേനൽക്കാലത്തേക്ക് വരുമ്പോൾ ഈ പുല്ലൊക്കെ ഉണങ്ങി തുടങ്ങും. അപ്പോൾ ഒരു സ്വർണ്ണവർണ്ണമായിരിക്കും മുഴുവനായി ഉണ്ടാവുക. അങ്ങനെ 3 സീസണുകൾ വരുമ്പോൾ 3 നിറത്തിലേക്ക് മാറുന്ന ഒരു പ്രദേശമാണ് മാടായിപ്പാറ എന്ന് പറയുന്നത്. അത് മാത്രമല്ല നിരവധിയായ ജൈവ വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ്. ഇപ്പോഴും അവിടെയുള്ള സസ്യങ്ങളും ഒപ്പം തന്നെ അവിടെ എത്തുന്ന പക്ഷികളുമൊക്കെ ഏതാണ് എന്ന് തിരിച്ചറിയാത്ത ഇനിയും അവിടെ ഉണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഗവേഷണം നടത്തുന്നവരൊക്കെ പറയുന്നത്. പോകാൻ തോന്നൂല. അപ്പൊ അത്തരത്തിലൊരു സ്ഥലമായിരുന്നു. പിന്നെ നിഖില് പറഞ്ഞ പോലെ നല്ല കോംബോ ആണ്. മഴ, മാടായിപ്പാറ, കാക്കപ്പൂ. കൊള്ളാം. അപ്പോൾ നിഖിലെ ഓക്കെ ബൈ. അപ്പോൾ നല്ല ഒരു മനോഹരമായ ഒരു സ്ഥലമൊക്കെ കണ്ട് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കുകയാണെന്ന് എനിക്കറിയാം.